ഹലോ, വെൽക്കം ബാക്ക്. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടി കേട്ടോ. ഒരു താര എന്ന് പറയുന്ന ഐഡിയിൽ വൈസ് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ ലൈവിനിടയിൽ വന്ന കുറേ കമൻസാണ്. അപ്പോൾ അത് ഇന്നലെ അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ആ വീഡിയോയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടാണോ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചത് എന്ന് എന്നെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടാണ് സംസാരിച്ചേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഇതായിരുന്നു വിഷയം, വീഡിയോയിൽ ഇതാണോ സംസാരിച്ചേക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ആ വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ എവിടെയും ഇങ്ങനത്തെ എന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള പരാമർശങ്ങൾ ഞാൻ കണ്ടില്ല. അവർ ആ വീഡിയോയിൽ തെറി വിളിക്കുന്നത് ഞാൻ കണ്ടില്ല. തെറിയും ചീത്തയൊന്നും വിളിക്കാതെ ചെയ്ത ഒരു വീഡിയോ ആണത്. അതിൻ്റെ അടിയിലും കൊണ്ടുവന്നിട്ട് ഈ നിഷ്കുജ എന്ന് പറയുന്ന സ്ത്രീയുടെ കുത്തഴിഞ്ഞ കുറേ അന്തങ്ങളുണ്ട്. അതായത് ഈ എന്തെന്നാ പറയണ്ടേ, അവിഹിത ഗ്രൂപ്പുണ്ട്, കുത്തഴിഞ്ഞ കുറേ അന്തങ്ങളുണ്ട്. അവളുമാർ വന്നിടുന്ന കമൻ്റാണിത്. അവിടെ എവിടെയും എന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഞാനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും ഞാനുമായിട്ടുള്ള ഒരു പ്രശ്നവും അല്ല അവിടെ മാറ്റർ. അവിടെയും എൻ്റെ പേര് കൊണ്ടുവന്നിട്ടിട്ട് ഈ വൃത്തികേട്, ഞാൻ കുറച്ച് അവൾ എഴുതിയ വൃത്തികേട് ഞാൻ പറയുന്നില്ല അതെന്താണെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. അതും ഡാനി സത്യനെ വെച്ചിട്ട്. ഡാനി അവിടെ പോയി ഒരു കമൻറ്റ് ഇട്ടു അത്രേ. ആ കമൻറ്റ് കിട്ടിയില്ല കേട്ടോ എനിക്ക്. ആ കമൻറ്റ് ഇട്ടത് എന്താണ്, നിഷ്കുജയെ വിശ്വസിക്കരുത് എന്നാണെന്ന് പറയുന്നത്. നിഷ്കുജ എന്നല്ല അയാൾ അവിടെ പറഞ്ഞത്, ആ ലേഡിയുടെ യഥാർത്ഥ പേര് തന്നെയാണ്. നിഷ്കുജയെ വിശ്വസിക്കരുത് എന്ന് അയാൾ പറഞ്ഞു. അതിന് പുറമെ ഈ നിഷ്കുജ കുറേ കമൻ്റായിട്ട് വന്നു, നിനക്ക് വേറെ പണിയില്ല, അതായത് അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവർ കുറേ കമൻറ്റ് എഴുതി. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സ്ത്രീ താര എന്ന് പറയുന്ന ഈ ലേഡി എഴുതിയതാണിത്. ഡാനി മിനിയുടെ ആരോ ആണ്, മിനിയുടെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. ഞാൻ ആ കമൻറ്റ് ഈ സൈഡിൽ ഇട്ടേക്കാം. നീയൊക്കെ നിലപാടിനെ പറ്റിയിട്ട്, നീയൊക്കെ മാന്യതയെ പറ്റിയിട്ട്, അഭിമാനത്തെ പറ്റിയിട്ട്, അന്തസ്സിനെ പറ്റിയിട്ട്, ചീത്ത വിളിക്കുന്നതിനെ പറ്റിയിട്ട്, അസഭ്യം പറയുന്നതിനെ പറ്റിയിട്ടൊക്കെ നീയൊക്കെ ഘോരം ഇങ്ങനെ ഇരുന്ന് വാദിക്കുന്നുണ്ടല്ലോ, ഘോരം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒരു സാധനം നിനക്കൊക്കെ ഒരല്പമെങ്കിലും ഉണ്ടോ? ഒരല്പം അന്തസ്സോ അഭിമാനമോ മാന്യതയോ സഭ്യതയോ ഏതെങ്കിലും നിനക്കൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇമാതിരി ഒരു വിഷയവും നിന്നോട് സംസാരിക്കാതെ ഡാനി സത്യൻ എവിടെയും കുഞ്ഞുങ്ങളെ ചീത്ത പറഞ്ഞതായിട്ട് എനിക്കറിയില്ല, ഇതുവരെ കേട്ടിട്ടില്ല. ചീത്ത വിളിച്ചതായിട്ടും എനിക്കറിയില്ല. അപ്പോൾ അയാൾക്കെതിരെ നീ ഇങ്ങനൊരു വൃത്തികേട് എഴുതി വിട്ടേക്കുന്നു. ഞാനും ഇതുവരെയും ചീത്ത വിളിച്ചിട്ടില്ല നിന്നെയൊന്നും. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഇനിയും പ്രതികരിക്കുകയും ചെയ്യും. മാന്യമായ ഭാഷയിൽ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും. എനിക്കെതിരെയും നീയൊക്കെ ഇതുപോലത്തെ വൃത്തികെട്ട കമൻറ്റുകൾ ഇടുന്നു. അപ്പോൾ നിൻ്റെയൊക്കെ നിലപാട് എവിടെയാണ്? നീയൊക്കെ പറഞ്ഞാൽ ചീത്ത വിളിക്കുന്നവർക്കെതിരെ നീയൊക്കെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. ചീത്ത വിളിക്കരുത്, കുഞ്ഞുങ്ങളെ അത് പറയുന്നു ഇത് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് തെറി വിളിക്കുന്നു, അതിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, അതൊക്കെ പറയാനുള്ള എന്തെങ്കിലും ഒരു ശതമാനം യോഗ്യതയെങ്കിലും നിനക്കൊക്കെ ഉണ്ടോ? ശരി, ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാനും ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് ആക്രമിക്കുന്നവരെ കഴിഞ്ഞും, ശാരീരികമായിട്ട് ആക്രമിക്കുന്നവരെ കഴിഞ്ഞും ഞാൻ വെറുക്കുന്നത് ചീത്തയും തെറിയും വിളിക്കുന്നവരെ തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം അത്. പക്ഷെ അത് നമ്മൾ ഒരാളോട് പറയണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ അത് പറഞ്ഞിട്ട് ഉപദേശിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് നേരെ അത് ആരോപണമായിട്ട് ഉന്നയിക്കണമെങ്കിൽ എനിക്കതിന് എന്തെങ്കിലും യോഗ്യത വേണം. എനിക്കതിന് യോഗ്യതയില്ല എന്നിരിക്കെ ഞാനത് വേറൊരാളെ നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്ന് പറയരുത്. ഞാൻ തെറി വിളിക്കാതിരുന്നാൽ മാത്രമാണ്, അസഭ്യം പറയാതിരുന്നാൽ മാത്രമാണ് എനിക്ക് മറ്റൊരാളോട് നിങ്ങളങ്ങനെ ചെയ്യരുത്, ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ആ ഒരു യോഗ്യതയുള്ളൂ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു, അവരെ പറഞ്ഞു, ഇവരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ആൾക്കെതിരെ മാത്രം നീയൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന സെയിം സംഭവം ഓപ്പോസിറ്റ് കക്ഷികളും പറഞ്ഞതാണ്. ഞാനൊരു ഫോൺ കോള്, ഏതോ ഒരു ലേഡി വിളിച്ച ഒരു ഫോൺ റെക്കോർഡ് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിൽ ഈ പറയുന്ന വ്യക്തിയുടെ മകളെ ഏതൊക്കെ രീതിയിലാണ് അസഭ്യം പറഞ്ഞേക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് വൃത്തികേട് പറഞ്ഞേക്കുന്നത്. അപ്പം നീയൊക്കെ പറയും അത് ഇവള് വിളിച്ചതിന് മറുപടിയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി പറയുമ്പോൾ പറയും അവർ വിളിച്ചതിന് മറുപടിയാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അവർ പറയും ഇവർ വിളിച്ചതിന് മറുപടിയാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈക്വലാണ് അല്ലേ? എത്ര നമ്മൾ വിചാരിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ചീത്തയും തെറിയും വിളിക്കാത്ത ആളുകളാണെങ്കിൽ ഒരാൾ എത്ര തന്നെ നമ്മളെ പ്രൊവോക്ക് ചെയ്താലും നമ്മുടെ വായിൽ നിന്നത് വരില്ല തന്നെ. പക്ഷെ നീയൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്, നിൻ്റെയൊക്കെ കൾച്ചർ ഇതായതുകൊണ്ടാണ് നീയൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഇങ്ങനത്തെ സംസാരം തന്നെ സംസാരിക്കുന്നത്.
അതും ഇത് ഈ പറയുന്ന ഞാൻ ഒരു രീതിയിലും നിന്നെ ഒന്നും ചീത്ത വിളിച്ചിട്ടില്ല, കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം 3-4 വർഷമായി ഈ പക്കാ ഫ്രോഡായ ഈ നിഷ്കുജ എന്ന് പറയുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് കടന്ന് കാണിക്കുന്ന ഈ തരികിടയെ, ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനെ, മനുഷ്യൻ്റെ ഇമോഷൻസിനെ പിടിച്ചെടുത്തിട്ട് അവരെ വല്ലാണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനെ, അവരെ അപകടത്തിലേക്ക് തള്ളിവിടുന്നതിനെ, ഒരു കൂട്ടം ആളുകളെ വേറെ ഏതോ ഒരു ഭീതിയുടെ മുൾമുനെ കൊണ്ടു നിർത്തി അവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നതിനെ ഞാൻ അന്നും ഇന്നും എതിർത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ ആളുകളെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്നന്നത്തെ ആഹാരത്തിനില്ലാത്ത പട്ടിണി പാവങ്ങൾ നുള്ളി നുറുക്കി വെച്ചിരുന്ന പൈസ അവർക്ക് കൊടുക്കാതെ അവരത് സേവ് ചെയ്ത് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ട് ഒരാൾക്കെങ്കിലും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഇനിയും അങ്ങനെ ചെയ്യും. അത് നിനക്ക് ഇവരെ ഒന്നും മനസ്സിലാകാത്തത് എൻ്റെ കുറ്റമല്ല. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചാൽ നമ്മളിത് പറയുക തന്നെ ചെയ്യും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം, അതിനെതിരെ വരെ പ്രതികരിക്കുന്ന ഈ രീതിയിലാണ്. എത്ര വൃത്തികേടാണ് വൃത്തികെട്ട സ്ത്രീയെ നീ പറഞ്ഞേക്കുന്നത്. നിന്റെ വിചാരം എന്താ? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നവർ മുഴുവൻ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് ഒരു ഗതിയുമില്ല സോഷ്യൽ മീഡിയയിൽ വരുന്നതാണെന്നാണോ? അതോ കല്യാണം കഴിക്കാൻ ആളെ കിട്ടാതെ മുട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നതാണെന്നാണോ? നാണം കൊണ്ടോ ഉളിപ്പുണ്ടോ താര എന്ന് പറയുന്ന വൃത്തികെട്ട സ്ത്രീയെ നിനക്ക്? ഏത് താര, എവിടത്തെ താര, എന്ത് ഫേക്ക് ഐഡിയ ആണെന്നൊന്നും അറിയില്ല. നീ എന്ത് ബേസിലാണ് നീ ഇത്രയും വൃത്തികേട് നീ എഴുതി പഠിപ്പിച്ചത്? നിനക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നിനക്ക് കണ്ണി കാണുന്ന മുഴുവൻ ഇങ്ങനെയാണല്ലേ? എനിക്കൊരു ചെറിയൊരു സപ്പോർട്ട് ഏതോ ഒരു വീഡിയോയിൽ മിനി ചേച്ചി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ പറഞ്ഞ ഒരു ഫേക്ക് അലിഗേഷന് ഒരു സപ്പോർട്ട് തന്നതിനാണോ നീ ഇങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നിഷ്കുജയ്ക്ക് മുഴുവനുള്ള ആണുങ്ങളുടെ സപ്പോർട്ടാണല്ലോടി. ലൈവ് എടുത്താലും മുഴുവൻ ആണുങ്ങളുടെ തരളിതമായ പാട്ടുകളാണല്ലോ അതിലുള്ളത്. അതൊന്നും നീയൊന്നും വിമർശിക്കാത്തത്? ഡാനി സത്യനോടും അവൾ പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വിളിക്കാമെന്ന്. എന്തിനാണ് ഈ ആണുങ്ങളെ രഹസ്യമായിട്ട് വിളിക്കുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണ്? പബ്ലിക്കായിട്ട് ഡാനി സത്യൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവൾക്ക് പബ്ലിക്കായിട്ട് പറയില്ല, രഹസ്യമായിട്ടേ വിളിക്കൂ ആണുങ്ങളെ. അതിനെയൊക്കെ വിമർശിക്കുക നീയൊക്കെ. എന്തിനാണ് ആണുങ്ങളെ രഹസ്യമായിട്ട് വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അതിനൊന്നും എന്നിട്ട് തിരിച്ച് ലോകത്തുള്ള ആണുങ്ങൾക്ക് മുഴുവൻ നമ്പർ കൊടുക്കും, ആണുങ്ങൾ മുഴുവൻ അങ്ങോട്ട് വിളിക്കും, രാത്രിയിൽ വിളിച്ച് ശല്യം ചെയ്യും, അസമയങ്ങളിൽ വിളിക്കും, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കി കൊണ്ടുവരും, അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിക്കവാറും സ്ത്രീകളുടെ കമൻറ്റ് ബോക്സ്, മിക്കവാറും സ്ത്രീകളുടെ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാണ് ഫോൺ നമ്പർ, പേഴ്സണൽ നമ്പർ. അതെടുത്ത് വെച്ചിട്ട് ആണുങ്ങൾ ഇതേപോലെയുള്ള ഞരമ്പ് രോഗികൾ വിളിക്കും. അതൊരു കണ്ടന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് വരും. അയ്യോ എന്നെ അങ്ങനെ വിളിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആദ്യം അവളെ പോയി പഠിപ്പിക്കും. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ, വൃത്തികെട്ടവളെ, നാണം കെട്ടവളെ. നീ ഇതിന് വേണ്ടിയിട്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ആരെങ്കിലുമൊക്കെ ഏറ്റവും കൂടുതൽ ആണുങ്ങളുള്ള ഗ്രൂപ്പ് ഏതാടി? നിൻ്റെയൊക്കെ ഗ്രൂപ്പല്ലേ? വേറെ എനിക്കറിയില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിക്കും ഇത്രയധികം ആണുങ്ങൾ ചുറ്റും വളഞ്ഞുകൂടി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇത്രയധികം ആണുങ്ങൾ ഈ ചക്കരപാത്രത്തിൽ ഈച്ച പൊതിയുന്ന പോലെ വന്ന് കിടക്കുന്ന ഒരു ചാനലും എനിക്കറിയില്ല. ഏതെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോസ് ലേഡീസ് ചെയ്താൽ ആണുങ്ങൾ അത് കണ്ടിട്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യും, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കും എന്നതൊഴിച്ച് ഇതേപോലെ ഒരു കണ്ടന്റും ഇല്ലാത്ത ആട്ടവും പാട്ടും കുഴച്ചിലും കൊഞ്ചലും മാത്രമായിട്ടിരിക്കുന്ന ഈ നിഷ്കുജയുടെ ചാനലിൽ ഇത്രയധികം ആണുങ്ങൾ വന്ന് ചക്കര പാത്രത്തിൽ ഉറുമ്പരിക്കുന്നത് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് നീ ഒന്നും കാണുന്നില്ല അല്ലേ? അതിന് യാതൊരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒരാളെ, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയായാൽ മതി, അവരെങ്ങനെ ഏത് എന്നൊന്നും പറയേണ്ട, സ്ത്രീയായാൽ മതി. ആരെങ്കിലും ജസ്റ്റ് ഒരു സപ്പോർട്ട് എന്നല്ല അതിന് പറയേണ്ടത്, അവരെ ഒന്ന് ജസ്റ്റ് അനുകൂലിച്ചൊന്ന് സംസാരിച്ചാൽ നീയൊക്കെ അതിന് വേറെ ഹിതമല്ലാത്ത അവിഹിതം എന്ന പേര് നീയൊക്കെ ഇടും അല്ലേ? അപ്പോൾ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഈ മറ്റുള്ളവരെ വിമർശിക്കാനുള്ളത്? വിമർശിക്കാൻ 1% യോഗ്യത ഉണ്ടെങ്കിൽ നീയൊക്കെ പറയടി, അല്ലെങ്കിൽ നീയൊക്കെ കേക്ക്, മുഴുത്ത തെറി കിട്ടുന്നുണ്ടെങ്കിൽ കേട്ടിട്ടിരിക്കും. നിനക്കൊക്കെ വിധിച്ചിട്ടുള്ളതാ അത്. കാര്യം ഞങ്ങളെ കൊണ്ടൊന്നും പറയാൻ. നീയൊക്കെ ഇമാതിരി വൃത്തികേട് പറയുന്ന നിൻ്റെയൊക്കെ വായടപ്പിക്കാൻ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല. ആ ലാംഗ്വേജിൽ അങ്ങോട്ട് പറയാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എനിക്കറിയാം. ഞാൻ ഫസ്റ്റ് തന്നെ ഈ നിഷ്കുജയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടപ്പം എനിക്കെതിരെ വന്ന തെറി കമൻറ്റുകൾ എനിക്കറിയാം.
എനിക്കത് തിരിച്ചു പറയാൻ പറ്റില്ലാത്തിടത്തോളം കാലം ഞാൻ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. അത് പറയാൻ കഴിവുള്ളവർ പറയും, നീയൊക്കെ കേൾക്കും. നീയൊക്കെ എന്താ വിചാരിച്ച ഈ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ നിൻ്റെയൊക്കെ സ്വകാര്യ സ്വത്താണെന്നോ നിൻ്റെയൊക്കെ കുടുംബ സ്വത്താണെന്നാണോ നീ വിചാരിച്ചത്? എല്ലാവരും നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ പഞ്ചപുച്ച മടക്കി ഇരിക്കുമെന്നാണോ വിചാരിച്ചത്? ഈ നിഷ്കുജ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ കാരണം ഒരുപറ്റ സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ, സുനിത കാസിം ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അവർ എത്ര വളരെ വളരെ വ്യക്തമായിട്ട് ചില വീഡിയോസിലും കമൻസിലും ഒക്കെ അവർ ഇടുന്നുണ്ട്. ഈ ഒരൊറ്റ സ്ത്രീ കാരണം അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, ഇനിയും ഈ വൃത്തികെട്ട സ്ത്രീയുടെ വലയിൽ ചെന്ന് ആരെങ്കിലും വീഴരുത് എന്ന് പറഞ്ഞാൽ നിന്നെ പോലെയുള്ള ഇത്തരം വൃത്തികെട്ട കൊഴ പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ട സ്ത്രീകൾ ഇറങ്ങിയിട്ട് അവരെ ആക്രമിക്കും. അപ്പോൾ സാധാ സ്ത്രീകൾ എന്ത് ചെയ്യും? നിന്റെയൊക്കെ ഈ അസഭ്യവും വൃത്തികേടും കേൾക്കാൻ കഴിയലഞ്ഞിട്ട് അത് ഇട്ടിട്ടങ്ങ് പോകും. അതിനഗെയിൻസ്റ്റായിട്ട് ഒരു സ്ത്രീ എല്ലാവരും കൊടുക്കേണ്ടതെല്ലാം കൂടെ ഒരു സ്ത്രീ കൊടുക്കുമ്പോൾ നിനക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, ഇതൊക്കെ വല്ലാത്ത പ്രശ്നമാണല്ലേ. ആ ഒരു വ്യക്തിയെ ഒതുക്കി കഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വൈര്യമായിട്ട് കിടന്നിട്ട് അങ്ങോട്ട് ചീത്ത വിളിക്കാമെന്നോ? ഈയടി നീയൊക്കെ നിന്നിൽ ഏതൊരുത്തിയാടി, ഇതിൽ കുറേ പേരുണ്ട് മാന്യമായിട്ട് സംസാരിക്കുന്നത്, നിന്നിൽ ഏതൊരുത്തിയാടി കമൻ്റ് ഇടുന്ന ആളുകളിൽ, അതുപോലെ ചില വീഡിയോ ചെയ്യുന്നവരിൽ ഏതൊരുത്തിക്കാടി യോഗ്യതയുള്ള ഇവള് തെറി വിളിക്കുന്നു എന്ന് പറയാനായിട്ട്? വേറൊരു വ്യക്തി തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് യോഗ്യതയുള്ള ഏതൊരുത്തിയാണ് ഉള്ളത്? നട്ടല്ലുയർത്തി അത് പറയാൻ യോഗ്യത വേണമെങ്കിൽ നീയൊക്കെ തെറി വിളിക്കാതിരിക്കണം. എന്ത് പ്രൊവോക്ക് ചെയ്താലും എന്ത് പ്രശ്നമുണ്ടായാലും തെറി വിളിക്കാതെ ബോൾഡായിട്ട് സംസാരിച്ചിട്ട് നീയൊക്കെ പറയണം അവൾ തെറി വിളിക്കുന്നു, സോഷ്യൽ മീഡിയക്ക് ഇത് ദൂഷ്യമാണ്, നമുക്കത് നിലയ്ക്ക് നിർത്തണം എന്ന് പറയണം. ഇത് നീ എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ജീവികൾ തന്നെയാണ് അല്ലേ? എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ നാണം ഉണ്ടോടി? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടി നിനക്ക്? ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തെ എടുത്തിട്ട് നീ ഇത്ര വൃത്തികേട് നിനക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ആ സ്വഭാവം എന്താണ്? നീയൊക്കെ എമ്മാതിരി സ്ത്രീയാണ് എന്ന് മനസ്സിലാകും. നീ എന്താ വിചാരിച്ചേ? ഞാൻ 2 വൃത്തികേടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് മിണ്ടാതിരിക്കുന്നോ? അത് നീ നിന്റെ സ്വഭാവം അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരുടെ സ്വഭാവം അത് നീ അവിടെ ഇറക്കിയാൽ മതി, അവിടെ പോയി പറഞ്ഞാൽ മതി. പൊതുജനങ്ങൾക്ക് മുഴുവൻ അതല്ല സ്വഭാവം. പൊതുജനങ്ങൾ മുഴുവൻ ഇങ്ങനെ ഇത് കയറി നടക്കുന്നവരല്ല കേട്ടോടി താരെ. നീ ഇതിന് മറുപടിയായിട്ട് നിന്റെ വായിന്ന് വൃത്തികേട് മാത്രം വരുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവർക്കൊക്കെയുള്ള മറുപടി ആടി ഓപ്പോസിറ്റ് ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് ഇരുന്നോ? നീയൊക്കെ എന്താ വിചാരിച്ചത്? നിനക്കൊക്കെ മാത്രം എന്തും ചെയ്യാന്നോ? നിനക്കൊക്കെ മാത്രം ആരെയും ഏത് രീതിയിലും അപമാനിക്കാന്നോ? ആരെയും വലിച്ചു കീറി അവരെ വിവസ്ത്രയാക്കാന്നോ സോഷ്യൽ മീഡിയയിൽ? കുഞ്ഞുങ്ങളെ പറയുന്നു എന്ന് പറയാൻ യോഗ്യത വേണമെങ്കിൽ നീയൊക്കെ അങ്ങനെ ആയിരിക്കണോടി. ഏതൊരു റിയ സറാന്ന് ഏതോ ഒരു സ്ത്രീയുടെ ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നു ഒരു വീഡിയോയിൽ. ആ സ്ത്രീ പറയുന്ന ആ വാക്കുകൾ നിന്റെ ഒന്നും ചെവി കേൾക്കത്തില്ലേടി? നിന്റെ ഒന്നും ചെവി എന്നെ പൊട്ടിയിരിക്കുവാണോ? പറയുന്നെങ്കിൽ 2 സൈഡും പറയണം. അവർ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇവർ ആദ്യം എവിടെയാണ് അവസാനം എവിടെയാണെന്ന് നോക്കി നടക്കാനൊന്നും പ്രേക്ഷകർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ പബ്ലിക്കായിട്ട് ആരൊക്കെ പറയുന്നോ ഏതൊക്കെ അവളുമാർ പറയുന്നോ അതൊക്കെ തെറ്റ് തന്നെയാണ്. പബ്ലിക്കായിട്ട് പറയുന്ന എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഇതിന്. എന്നിട്ട് അതവിടെ മൂടി വെച്ചിട്ട് നീയൊക്കെ വന്നിട്ട് അതവിടെ ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ട് നീയൊക്കെ വന്നിട്ട് ഒരാളെ മാത്രം ക്രൂശിക്കുന്നു, ഒരാളെ മാത്രം പറയുന്നു, ഒരാൾ മാത്രം പറയുന്നു എന്ന് പറയുന്നു. ഇതിലൊക്കെ ഒന്നും ഉൾപ്പെടാതെ ഒരു തെറിയും ചീത്തയും ഒന്നും പറയാത്ത ആളുകളെയും കൂടെ നീയൊക്കെ വൃത്തികെട്ട രീതിയിൽ ഇതിലേക്ക് വലിച്ചിടുന്നു. അപ്പം നിനക്കൊക്കെ എവിടെയാണ് ഈ സ്റ്റാൻഡ് ഉള്ളത്? നീയൊക്കെ കിട്ടുന്നത് മേടിച്ചുകൊണ്ടിരുന്നോ? നീയൊക്കെ പറഞ്ഞുകൊണ്ട് വാ. നീയൊക്കെ ഇനിയും പറഞ്ഞുകൊണ്ട് വാ. പറയാൻ നാക്കുള്ളവരും ആർജവുമുള്ളവരും ഉണ്ട്. ആ ഒരു ആ ഒരു സ്ത്രീയെ അനുകൂലിച്ച് ആ സ്ത്രീ കാണിക്കുന്ന വൃത്തികേടിന് മുഴുവൻ കൊട പിടിച്ച് നീയൊക്കെ ഇങ്ങനെ നടന്നു. എത്ര എണ്ണം ഇങ്ങനെ അനുകൂലിച്ച് നടന്നാലും എത്ര എണ്ണം അത് ശരിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്കൊരു ഫ്രോഡാണ് ആ സ്ത്രീ, ഈ നിഷ്കുജ എന്ന് പറയുന്ന സ്ത്രീ. അവർക്കെതിരെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. കാര്യം ഓരോ മനുഷ്യരും അനുഭവിക്കുന്നത് ഈ പബ്ലിക്കിൽ അവർ കാരണം അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതാണ്. എന്നിട്ട് അവർ ചീത്ത പറയാതെ സംസാരിക്കുന്നു എന്ന് നീയൊക്കെ പറയുന്നത്, നീയൊക്കെ അവർക്ക് വേണ്ടി ചീത്ത വിളിക്കും. അതിനാളുകൾ മറുപടി പറയും. അപ്പോൾ അതെടുത്തിട്ട് കണ്ടന്റ് ആക്കും. അതല്ലേ സംഭവിക്കുന്നത്? നീയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് ഓരോ വീഡിയോയുടെയും ഇൻബോക്സിൽ പോയിട്ട് ചീത്ത വിളിക്കും, പക്ക ചീത്ത വിളിക്കും. ഒന്നുമല്ല എന്നോട് ഈ പറഞ്ഞതൊന്നും ഒന്നുമല്ല.
ഇതിൽ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുത്തിയും ചീത്ത വിളിച്ചിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് വന്നത് ഇമാതിരി അസഭ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡാനി സത്യൻ എവിടെയും ഒന്നും ആരെയും ചീത്ത വിളിച്ചതായിട്ട് എനിക്കറിയില്ല. നീ എന്ത് മാനദണ്ഡം വെച്ചിട്ടാടി, എന്ത് വെച്ചിട്ടാടി നീ ഇങ്ങനെ സംസാരിച്ചത്? അപ്പം നിനക്കൊക്കെ കിട്ടേണ്ടതല്ലേടി കിട്ടുന്നത്. നീയൊക്കെ തലയിൽ കൊണ്ടു നടക്കുന്ന നിന്റെയൊക്കെ ആരാധന വിഗ്രഹം ഉണ്ടല്ലോ നിഷ്കുജ, അവൾക്ക് അർഹിക്കുന്നത് അടി കിട്ടുന്നുള്ളൂ. അത് കിട്ടണം, കിട്ടി തന്നെയേ തീരുവുള്ളത്, കിട്ടി തന്നെ അവസാനിക്കാൻ പാടുള്ളൂ. ഇത് വൺ സൈഡ് പ്രോഗ്രാം ഒന്നുമല്ല, റേഡിയോ ഒന്നുമല്ല. നീയൊക്കെ പറയുന്നത് മാത്രമേ ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കാൻ. അത് അങ്ങോട്ടും കിട്ടുമ്പോൾ മേടിച്ചിട്ട് മിണ്ടാതെ ഇരുന്നാൽ മതി. അവള് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഏതോ ഒരു സ്ത്രീ എവിടെ എന്തോ ഒരു കാര്യം പറഞ്ഞതിനിടയ്ക്ക് അവള് കൊണ്ടുപോയി ഏതാണ് ഇവള് മിനി ഏതാണെന്ന് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് നീ ഇന്നതാണ്, ഇല്ലെങ്കിലും ഞാനത് നോക്കില്ല, ഏതെങ്കിലും മിനി പറഞ്ഞു പോട്ടെ, കറക്റ്റായിട്ട് ഇന്നയാളാണെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. നിന്റെയൊക്കെ വിചാരവും വികാരവും ഇത് മാത്രമാണെടി. നിനക്കൊക്കെ ഈ ഒരു വികാരം അല്ലാതെ വേറൊന്നുമില്ല. നിന്റെയൊക്കെ വിചാരവും വികാരവും ഇതാണ്. നിനക്ക് ഹസ്ബൻഡ് ഇല്ലെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടാൻ പറ, ഇല്ലെങ്കിൽ നീ ലിവിങ് ടുഗദർ ആയിട്ടെങ്കിലും ആരെങ്കിലും കൂടെ പോയി ജീവിക്കുക. അല്ലെങ്കിൽ നിനക്ക് വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, വേറെന്തോ പ്രശ്നമാണ്. അതാണ് നീ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് അടിച്ച് വെക്കാനായിട്ട് നോക്കുന്നത്. അതോ ഇനി നിഷ്കുജയെ പോലെ നിനക്ക് ഹസ്ബൻഡിനെ കിട്ടാതെ ജീവിക്കുന്ന സ്ത്രീയാണോ, കിട്ടാനില്ലാതെ ജീവിക്കുന്ന സ്ത്രീയാണോ? നീ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആരുടെയും ചാനലിൽ നീ ഒരു പരസ്യം ഇട്, ആരെങ്കിലും മതി എന്ന് പറഞ്ഞാൽ, അങ്ങനെയെങ്കിൽ നിന്റെ ആ അസുഖത്തിന് കുറച്ച് കുറവ് വരും.